രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ടൈറ്റൻ. കഴിഞ്ഞ ദിവസം ടൈറ്റൻ 3.3% ഇടിഞ്ഞ് 3160 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 3886. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 52 വീക്കിലോ 2882. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഇടിഞ്ഞത്. JP മോർഗൻ ടൈറ്റാനിനെ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയും ടൈറ്റാൻ്റെ ടാർഗറ്റ് 3850 രൂപയിൽ നിന്നും 3450 രൂപയിലേക്ക് കുറയ്ക്കുകയും ചെയ്തു. JP മോർഗൻ്റെ റിപ്പോർട്ട് പ്രകാരം ഗോൾഡിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന വോളറ്റിലിറ്റി ടൈറ്റാൻ ഓഫർ ചെയ്യുന്ന ഗോൾഡ് ജ്വല്ലറിയുടെ ഡിമാൻഡിൽ കുറവ് വരുത്തിയേക്കും. അതുപോലെ തന്നെ വരും സമയങ്ങളിൽ ടൈറ്റാൻ എന്ന കമ്പനിയിൽ നിന്നും മോഡറേറ്റ് ഗ്രോത്ത് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. 2025-27 ഫിനാൻഷ്യൽ ഇയറിൽ 5 മുതൽ 6% ഏണിംഗ് പെർ ഷെയർ ആണ് ടൈറ്റാനിൽ നിന്നും JP മോർഗൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതേസമയം CLSA എന്ന ബ്രോക്കേജ് ഏജൻസി ടൈറ്റാനിന് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും 4045 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടൈറ്റാനിൽ വന്ന ഒരു കറക്ഷനെ അവസരമാക്കിയെടുത്ത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനാണ് CLSAയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. വെഡ്ഡിംഗ് സീസൺ എത്തുന്നതോടുകൂടിയും ഗോൾഡിൻ്റെ പ്രൈസ് നോർമൽ ആകുന്നതോടുകൂടിയും ടൈറ്റാൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് CLSAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഗോൾഡ്മാൻ സാൻസും ടൈറ്റാനിന് ബൈ എന്ന റേറ്റിംഗും 3700 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ടൈറ്റാൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് ഗോൾഡ്മാൻ സാൻസ് വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. കോമ്പറ്റീഷൻ ഓരോ ക്വാർട്ടർ കഴിയും തോറും ഉയർന്നു വരികയാണ്. കൂടാതെ എൻ്റയർ ജ്വല്ലറി സെക്ടർ തന്നെ അണ്ടർ പ്രഷറിലാവുകയാണ്. ഈ ഫാക്റ്റുകൾ പരിശോധിച്ചാണ് ഗോൾഡ്മാൻ സാൻസ് ടൈറ്റാൻ്റെ പെർഫോമൻസിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് റേറ്റിംഗ് നൽകുകയും സ്റ്റോക്കിന് 3526 രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തു. ടൈറ്റാൻ എന്ന സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിച്ചാൽ പല സമയങ്ങളിലും സ്റ്റോക്ക് ഈ രീതിയിലുള്ള കറക്ഷനിലൂടെ കടന്നു പോകാറുണ്ട്. ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഫ്രഷ് പൊസിഷൻ എടുക്കാനും പലപ്പോഴും നിയർ ടൈം ഹൈയിൽ നിന്നും 20% കറക്റ്റായി അവിടെ നിന്നും വീണ്ടും ഒരു റിക്കവറി വരികയും ചെയ്ത ട്രെൻഡാണ് ടൈറ്റാൻ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ടൈറ്റാൻ എന്ന സ്റ്റോക്കിൽ താല്പര്യമുള്ളവർക്ക് 20% ഡിസ്കൗണ്ടിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നത് കൊണ്ട് സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടാവുന്നതാണ്. 3000 സ്റ്റോക്കിൻ്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. വെഡ്ഡിംഗ് സീസൺ വരുന്നതോടനുബന്ധിച്ച് ടൈറ്റാൻ എന്ന സ്റ്റോക്ക് റിക്കവർ ആകാനും ഹയർ സൈഡിലേക്ക് പോകാനുമുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു സെക്ടറാണ് റെയിൽ സെക്ടർ. റെയിൽ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഉയർന്ന പെർഫോമൻസ് കാഴ്ചവെച്ചു. RVNL 10% ഉയർന്നപ്പോൾ IRFC 5%, ഇർകോൺ ഇൻ്റർനാഷണൽ 4.2%, ടെക്സ്മാക്കോ റെയിൽ 2.8%, റെയിൽടെൽ കോർപ്പറേഷൻ 2.16%, IRCTC 1.3% ഉയർന്നു. വെള്ളിയാഴ്ച റെയിൽ മിനിസ്റ്റർ നടത്തിയ അനൗൺസ്മെൻറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽവേ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 10,000 നോൺ AC കോച്ചുകളും 2500 പുതിയ പാസഞ്ചർ ജനറൽ കോച്ചുകളും നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50 പുതിയ അമൃത് ഭാരത് ട്രെയിൻ ഇനാഗുറേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ന്യൂസുകളുടെയൊക്കെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ റെയിൽ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത്. ഒട്ടുമിക്ക റെയിൽ സ്റ്റോക്കുകളും അവരുടെ 52 വീക്ക് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. ഇർകോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് RVNL നിന്നും മികച്ച ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ ദിവസം ഇർകോൺ ഇൻ്റർനാഷണൽ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. RVNL നിന്നും 780 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ഋഷികേശിനും കരൺ പ്രയാഗിനും ഇടയിലുള്ള സ്ഥലത്ത് ട്രാക്ക്, ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റാളിംഗ്, ടെസ്റ്റിംഗ് എന്നിവയ്ക്ക് ആവശ്യമായ ഓർഡറാണ് ഇർകോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് RVNLൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ചത്. RVNL എന്ന കമ്പനി DMRCയുമായി ചേർന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ ടേക്കപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL എന്ന സ്റ്റോക്കും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇവിടെ IRFC എന്ന സ്റ്റോക്കിലാണ് പല അനലിസ്റ്റുകളും ഓപ്പർച്യൂണിറ്റി കാണുന്നത്. IRFC എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 200 എന്ന റെസിസ്റ്റൻസ് മറികടന്ന് 200-ന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. പല ടെക്നിക്കൽ അനലിസ്റ്റുകളും പറയുന്നത് 200 എന്ന ലെവൽ മറികടന്ന സാഹചര്യത്തിൽ IRFC എന്ന സ്റ്റോക്ക് 235 വരെ പോയേക്കാം. ഇവിടെ 180 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിലും കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് IRFC എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. 200-ന് മുകളിലുള്ള ടെറിട്ടറിയിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 235 വരെ പോകാൻ സാധ്യതയുണ്ട്. അതേസമയം ചാർട്ട് ഒരു
അതേസമയം സ്റ്റോക്ക് ഒരു അൺചാർട്ടേഡ് ടെറിട്ടറിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 52 വീക്ക് ഹൈക്ക് അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നിവ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. എന്നാൽ വരുന്ന യൂണിയൻ ബഡ്ജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട വലിയ അനൗൺസുകൾ വരാനിരിക്കുന്നതും കൂടാതെ റെയിൽവേയുടെ കണ്ടിന്യൂസ് എക്സ്പാൻഷൻ പ്ലാനുകൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതും സ്റ്റോക്കിലെ ഓപ്പർച്യൂണിറ്റിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്